ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ നാദൂസ് മമ്മ. ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ കേട്ടോ. ഇതെന്താ അച്ചാറാണെന്ന് മനസ്സിലായോ? ഇതാണ് നക്ഷത്രപ്പുളി അച്ചാർ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ കരുതി ഇതൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അമ്മയാണ് അച്ചാർ ഉണ്ടാക്കണേ. അപ്പം അമ്മ അതേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാണ്. ഇതാണ് നക്ഷത്രപ്പുളി പറഞ്ഞത്. അച്ഛൻ ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറേ നക്ഷത്രപ്പുളി കൊണ്ടുവന്നു. കുറച്ച് പഴുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പഴുത്തതൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ്. പച്ചയാണ് അച്ചാറിടാൻ പോണത്. ഇവിടെ ആദ്യമായിട്ടാണ് നക്ഷത്രപ്പുളി അച്ചാറിടുന്നത്. കാണുന്നതും ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ കുറച്ച് എടുത്തിട്ടാണ് അച്ചാറിടുന്നത്. നമുക്ക് ടേസ്റ്റ് ഇഷ്ടമായാൽ മാത്രം ബാക്കി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ആകെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് ബാക്കി എടുത്തിട്ട് അച്ചാറിടാമല്ലോ. അങ്ങനെ അപ്പോൾ ദേ കഴുകി വൃത്തിയാക്കാണ്. ഇനി അതിന് ശേഷം ദേ നല്ല ഉണങ്ങിയ തുണി എടുത്തിട്ട് തുടയ്ക്കുകയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അച്ചാർ പൂത്തറ വെള്ളം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം അരിയാനായിട്ട്. അപ്പം അമ്മ ദേ നല്ല വൃത്തിയിൽ തുടയ്ക്കുകയാണ് അതൊക്കെ. നക്ഷത്രപ്പുളി നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ അമ്മ ഓരോന്നും എടുത്ത് അരിയാണ്. ഇതിന് പേര് പോലെ തന്നെ കണ്ടോ, അരിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് നോക്കിയാൽ കറക്റ്റ് നക്ഷത്രം പോലെയാണ് വരുന്നത്. സ്റ്റാറിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നക്ഷത്രപ്പുളി എന്ന് ഇതിന് പേര് വന്നിരിക്കുന്നത്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. കുറേ പേര് പുളി ഉപ്പിലിടാറുണ്ട്. കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് ഉപ്പിലിട്ട് വെക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എരിവും ഒക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ്. കഞ്ഞിയുടെ കൂടെയും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് ആൾക്കാർ. അപ്പം ഇത് നമുക്ക് ആദ്യം അച്ചാറിടാം. കണ്ട കറക്റ്റ് സ്റ്റാറിൻ്റെ ഷേപ്പിൽ വരണ കണ്ട. അപ്പം അതേ അമ്മ എല്ലാം അരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഇരിക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കുറേ സ്റ്റാറുകൾ ഇരിക്കണ പോലെയാണ് തോന്നണത്. ഇത് നക്ഷത്രപ്പുളി അച്ചാർ ഉണ്ടാക്കാനാണ്. ഇത് കണ്ടപ്പോൾ അത് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് അച്ചാറിടാനുള്ള കാര്യങ്ങൾ നോക്കാൻ അടുക്കളയിലേക്ക് പോകാം. ഇനി നമ്മൾ അടുത്തത് അച്ചാറിടാം. അപ്പം എല്ലാം സെറ്റായില്ലേ അമ്മേ? ഉണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം കേട്ടോ. അരിഞ്ഞ് വെച്ച നക്ഷത്രപ്പുളിയിലേക്ക് ഇത് അമ്മ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഉപ്പ് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ വേറെ ഒന്നും ചേർക്കണില്ല, വെള്ളം ഒന്നും ചേർക്കണില്ല. നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയോളും. ആ വെള്ളം മതി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട്. വേറെ വെള്ളമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഉപ്പ് മാത്രമാണ് ഇപ്പം ചേർക്കണുള്ളൂ. നമ്മൾ സിമ്പിളായിട്ടൊരു അച്ചാറാണ് ഉണ്ടാക്കണേ. വേഗം തന്നെ എന്താ പറയുക, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ടുള്ളൊരു അച്ചാറാണ് ഉണ്ടാക്കണത്. അമ്മ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റോളം നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ ചൂടാക്കലാണ്. അപ്പോൾ ചീനച്ചട്ടി എടുത്തു അമ്മ ദേ ഉലുവ നന്നായിട്ട് ചൂടാക്കാണ്. തീ സിമ്മിലിട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഉലുവ ഏകദേശം നമുക്ക് മാറ്റേണ്ട സമയമായിട്ടുണ്ട് ചീനച്ചട്ടിയിൽ നിന്ന്. അതിന് ശേഷം നമുക്ക് കായ ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ നമ്മൾ ചൂടാക്കി മാറ്റണം. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഉലുവ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ എത്രയാണ് അച്ചാറിന് എടുത്തേക്കണത് അതിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അതും സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങളിതുപോലെ തന്നെയാണോ അച്ചാർ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കാം. വേറെ തരത്തിലും ഉണ്ടാക്കും. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അതും ചൂടായി, അതും മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ അച്ചാറൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നോക്കാം. അച്ചാറല്ല കേട്ടോ, നമ്മുടെ പുളി, നക്ഷത്രപ്പുളി ഉപ്പിട്ട് മിക്സ് ചെയ്തത് കണ്ട. അതിലേക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? അതാ പറഞ്ഞാൽ വെള്ളം ചേർക്കേണ്ടെന്ന്. നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തു, പിന്നെ ബാക്കി വന്ന വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് നേരം അങ്ങോട്ട് അധികം മിക്സ് ചെയ്തോ, എന്നാലാണ് അതിലേക്ക് എരിവൊക്കെ പിടിക്കുള്ളൂ. കണ്ട വെള്ളം നമ്മൾ ചേർക്കാത്തതിൻ്റെ കാര്യം ഇപ്പോൾ പിടികിട്ടിയില്ലേ? നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം മതി നമുക്ക് അച്ചാറിലേക്ക്, കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോഴേക്കും അവിടെ മാറ്റി വെച്ചതൊക്കെ ഒന്ന് ചൂടാറും. എന്നിട്ട് വേണം അത് മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചൂടാറി നമ്മളത് തേന പൊടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതും കൂടി ചേർത്താലാണ് അച്ചാറിനൊരു ഫിനിഷിങ് വരുള്ളൂ.
അപ്പം അമ്മ അത് മിക്സിയിൽ അടിക്കുകയാണ്. ഉലുവയും കായും നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. അപ്പോൾ അതൊന്നും കൂടി മിക്സ് ചെയ്ത് ഇളക്കാണ്. എന്നിട്ട് വേണം അത് ചേർക്കാനായിട്ട്. നീ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള വെള്ളമായി. വെള്ളം ഒഴിക്കാതെ തന്നെ ഇങ്ങനെ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചപ്പോൾ വെള്ളമായി. ഇനി കായപ്പൊടി ഉലുവപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, അമ്മ ഉണ്ടാക്കിയത് നല്ല രസമുണ്ടായിരുന്നു. ഇനി ഉപ്പ് ഒന്ന് പിടിച്ച് വരുമ്പോൾ ഇതിൽ അടിപൊളിയായിരിക്കും. അപ്പം ഇതാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറാണ് ഇവിടെ ഉണ്ടാക്കിയേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കും.